ദിലീപേട്ടൻ്റെ മേക്ക് ഓവറൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ദിലീപേട്ടൻ ആ ചെറുപ്പകാലത്തൊക്കെ നമ്മുടെ പ്രായമൊക്കെ നന്നായിട്ട് BGMത്തിൻ്റെ അതിപ്രസരം കാരണം നല്ല സിനിമയായിരുന്നു. ദിലീപേട്ടൻ ഗംഭീരമായിട്ടുണ്ട്, ഒരു രക്ഷയില്ല. ആബേൽ ജോഷി എന്ന കഥാപാത്രം ഗംഭീരമായിട്ട് തന്നെ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച കഥാപാത്രം തന്നെയായിരിക്കും ആബേൽ ജോഷി. ദിലീപിന്റെ വെച്ച് നോക്കുമ്പോൾ നല്ല കുഴപ്പമില്ലാതെ കണ്ടിരിക്കാവുന്ന പടമാണ്, കുഴപ്പമൊന്നുമില്ല. ആക്ഷൻ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ആക്ഷനൊന്നുമില്ല, ഇത്തിരി ക്രൈം ത്രില്ലറാണ്. റിയൽ സ്റ്റോറി അതേപോലെ എടുത്തിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. കൊള്ളാം, നല്ല മൂവിയാണ്. ദിലീപേട്ടൻ പഴയതുപോലെ തന്നെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടിരിക്കാം, എല്ലാ ആക്ടേഴ്സ് നന്നായിട്ടുണ്ട്. കൊള്ളായിരുന്നാ? ഞാൻ ഒരു പ്രോഗ്രാം ഉണ്ട്, അപ്പോൾ അതിന് വേഗം പോകണം. നല്ല മൂവി, കുഴപ്പമില്ല, കാണാം. ആക്ഷനാണ്, റിയൽ ലൈഫാണ്, നടന്നൊരു സംഭവമാണ്. ഫൈറ്റൊക്കെ സൂപ്പറാണ്, എല്ലാം കൊള്ളാം. തങ്കമണി പ്രശ്നമില്ലാത്തൊരു കണ്ടന്റാണ്. പടം തങ്കമണി നമ്മൾ പ്രതീക്ഷയെ ഒരു വൈബ് കിട്ടിയിട്ടില്ല. അതായത് ഇമോഷണലി ഭയങ്കര കണക്റ്റഡ്, പല സീനുകളിലും നമുക്ക് കണക്റ്റഡ് ആയിട്ടുണ്ട്. ദിലീപേട്ടൻ്റെ മേക്ക് ഓവറൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ പടം പ്രേക്ഷകരാണ് ഡിസൈഡ് ചെയ്യേണ്ടത് എങ്ങനെയുണ്ടെന്നുള്ളത്. പോസിറ്റീവ്സ് പറയുകയാണെങ്കിൽ അതിനകത്തൊരു ഇൻ്റർവെല്ലിന് മുന്നേ ഒരു 20 minutes തങ്കമണിയിൽ നടക്കുന്ന യഥാർത്ഥ സംഭവം അത് അത്യാവശ്യം തന്നെ എടുത്തിട്ടുണ്ട്. ഇത് സെക്കൻഡ് ഹാഫിൽ ദിലീപിൻ്റെ ആക്ഷൻസും ഇൻട്രൊഡക്ഷനൊക്കെ കൊള്ളാം.